സർ, 2010 ഒരു ക്യാൻസർ സെന്റർ ഉപയോഗിക്കാൻ വേണ്ടി മാവൂർ പഞ്ചായത്തിലെ ഏക്കർ കണക്കിന് സ്ഥലവും ബഹുനില കെട്ടിടവും സർക്കാരിന് കൈമാറിയിരുന്നു. ഇത് ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേരുകയും അത് ജില്ലാ പഞ്ചായത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ആ മന്ത്രിതല യോഗത്തിൽ കാര്യങ്ങൾ തീരുമാനം ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ സമീക്ഷ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാർ, അത് ഉടനെ പ്രാവർത്തികമാക്കണം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മുന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സർ? കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ സർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ? ആരാണ് സാർ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്തുദ്ദേശത്തിലാണ് സാർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സാർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സാർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സാർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സാർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സാർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സാർ. അവർ ഒളിച്ചോടുകയാണ്. ഇത് കേരളം കാണട്ടെ സാർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സാർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സാർ ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച വിഷയത്തിൽ സാർ 10ാം മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിലാണ് ചർച്ച നടന്നത്. 20ാം തീയതി ഇതിന്റെ അന്നത്തെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രപ്പോസൽ നൽകണമെന്ന്. ഇന്നലെയുടെ തലേന്ന് ആ പ്രപ്പോസൽ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് സാർ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഗവൺമെന്റ് ഓർഡറായി തന്നെ സാർ.